السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإن كثيرا من الخلطاء ليبغي بعضهم على بعض إلا الذين آمنوا وعملوا الصالحات وقليل ما هم. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും പകർത്തിയും ഏത് സമയത്തും ഏത് നിമിഷത്തിലും സന്ദർഭത്തിലും ഈ ലോകം വിട്ട് പിരിയേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി, ഈ ലോകത്ത് നിന്ന് മൗത്തായി പോകേണ്ടവരാണ് എന്ന ചിന്തയോടുകൂടി സദാസമയത്തും മുത്തഖീങ്ങളായി മുവഹിദുകളായി ജീവിക്കണമേ എന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. സാമൂഹ്യ ജീവിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുക, ആരുമായി കൂട്ടുകൂടാതെ സഹവസിക്കാതെ, ആരുമായി ഇടപഴകാതെ, മറ്റൊരാളുമായുള്ള ഫ്രണ്ട്ഷിപ്പോ സൗഹൃദമോ ഇല്ലാതെ മനുഷ്യരായ നമുക്ക് ഈ ഭൂലോകത്ത് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ മക്കൾ പഠിക്കുന്ന കോളേജുകളിലും സ്കൂളുകളിലും മറ്റ് കലാലയങ്ങളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും യാത്രയിലും എവിടെയായിരുന്നാലും
ഒരു സുഹൃത്തുണ്ടാകുക, നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ ഉരുണ്ടുകൂടുന്ന ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ പരസ്പരം പങ്കുവെക്കാനും, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷവും ആഹ്ലാദവും എല്ലാം തന്നെ പരസ്പരം പങ്കുവെച്ച് അത് വർദ്ധിപ്പിക്കാനും, ദുഃഖങ്ങളും സങ്കടങ്ങളും പങ്കുവെച്ച് അത് ലഘൂകരിക്കുവാനുമൊക്കെ അത് അത്യാവശ്യമാണ്. അത് നമ്മുടെ ഇണയാണെങ്കിലും നമ്മുടെ തുണയാണെങ്കിലും ആരാണെങ്കിലും ഒരു സുഹൃത്തായിരിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഅ്മിനിനെ കുറിച്ച് പറഞ്ഞു, അൽ മുഅ്മിനു യഅ്ലുഫ്, വിശ്വാസി അവൻ മറ്റൊരാളുമായി ഇണങ്ങുന്നവനായിരിക്കും. വയഅ്ലുഫു വലാ ഖൈറ ഫീമൻ ലാ യഅ്ലുഫ് വലാ യുഅ്ലഫ്, അവൻ ഒരിക്കലും മറ്റൊരാളുമായി ഇണങ്ങാത്ത ആളല്ല. ആ മറ്റൊരാളുമായി ഇണങ്ങാത്ത കൂട്ടുകൂടാത്ത ആളുകൾക്ക് ഒരു ഖൈറുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വഖൈറുൻ നാസി അൻഫഅഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവർ എന്ന് പറയുന്നത് മറ്റുള്ള ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് സുഹൃത്തുക്കളെയും നമുക്ക് ഫ്രണ്ട്സിനെയും നമ്മുടെ ചങ്ങാതിമാരെയും ഒക്കെ നാം സെലക്ട് ചെയ്യുമ്പോൾ അവർ ഏറ്റവും നല്ല ആളുകളായിരിക്കണം, ജാഗ്രത പാലിക്കണം അവരുടെ വിഷയത്തിൽ. നാം ഒരു തുണിക്കടയിൽ പോയി ഷർട്ട് അല്ലെങ്കിൽ പാൻറ് അത് തിരഞ്ഞെടുക്കും പോലെ, നാം നമ്മുടെ വീടിൻ്റെ ഇന്റീരിയൽ വർക്കുകൾക്ക് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങും പോലെ ഓരോതിൻ്റെയും ക്വാളിറ്റിയും അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഒക്കെ പരിശോധിച്ച് അതിന്റെ ഗുണമേന്മ നോക്കി വാങ്ങും പോലെ ഒരു സുഹൃത്തിനെയും നമ്മൾ തിരഞ്ഞെടുക്കണം. അറബി കവിയായ ത്വറഫ് ബിൻ അബ്ദ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത്, ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ ആ മനുഷ്യൻ ആരാണ്, ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ്, ആ വ്യക്തിയുടെ ആദർശം എന്താണ്, അവൻ എങ്ങനെയുള്ളവനാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ അയാളെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടതില്ല. ഈ അറബി കവി പറഞ്ഞത്, അനിൽ മർഇ ലാ തസ്അൽ വസ്അൽ അൻ ഖരീനഹു ഫഖുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദീ. അനിൽ മർഇ ലാ തസ്അൽ, ഒരിക്കലും നിങ്ങൾ ഒരാളെ കുറിച്ച് നിങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് അയാളെ അറിയാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. വസ്അൽ അൻ ഖരീന, അവന്റെ ഖരീനിനെ, അവന്റെ ചങ്ങാതിയെ, ഫ്രണ്ട് ആരാണെന്ന് അന്വേഷിച്ചാൽ മതി. കാരണം ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദീ, എല്ലാവരും അവന്റെ ഫ്രണ്ടിനെ ചങ്ങാതിമാരെ ആയിരിക്കും പിൻപറ്റുക. അവന്റെ അതേ സ്വഭാവവും അവന്റെ അതേ ഡയലോഗും അവന്റെ വേഷവും അവന്റെ ആദർശവും സംസ്കാരവും സംസാരവും എല്ലാം ഇവനിൽ ഉണ്ടാകും തീരുന്നതാണ്. അപ്പൊ അവന്റെ ഖരീൻ ആരാണ് എന്ന് നോക്കിയാൽ മതി എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു ചങ്ങാതി, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ചങ്ങാതിയുടെ സുഹൃത്തിന്റെ മതത്തിലായിരിക്കും, ആദർശത്തിലായിരിക്കും. ഫൽയൻദുർ, അതുകൊണ്ട് നല്ലവണ്ണം ചിന്തിക്കണം വിശ്വാസികളെ, അഹദുക്കും, നിങ്ങളെ മൽ യുഖാലിൽ, ആരെയാണ് താൻ ഫ്രണ്ടാക്കുന്നത്, ആരെയാണ് താൻ ബ്രോ ആക്കുന്നത്, ആരെയാണ് താൻ ചങ്കാക്കുന്നത് എന്ന് ആലോചിച്ച് ചിന്തിച്ചു വേണം. ഇല്ലെങ്കിൽ വലിയ അപകടങ്ങളും വലിയ ദുരന്തങ്ങളുമൊക്കെ നിങ്ങൾക്കുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ ഏറ്റവും പ്രധാനം ആത്മസുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോ നാം ആ സുഹൃബത്തിന് നമ്മൾ ഏറ്റവും അർഹത കാണേണ്ടത് വിശ്വാസികൾക്കാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാ, എന്താണ് അല്ലാഹു തആല പറയുന്നത്? വ ഇന്ന കസീറം മിനൽ ഖുലതാ, തീർച്ചയായും അധിക ചങ്ങാതിമാരും സുഹൃത്തുക്കളും ലയബ്ഗി ബഅ്ളുഹും അലാ ബഅ്ളിൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല അക്രമങ്ങളും അവർ നടത്തും. നല്ല ചങ്ങാതിമാരായിരിക്കും, കുറച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര ശത്രുക്കളായിരിക്കും. അടിപിടിയുണ്ടാകും, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, കലപിലകൾ ഉണ്ടാകും, അവർ തമ്മിൽ ആത്മമിത്രങ്ങളായവർ ആത്മശത്രുക്കളായി കാണാൻ കഴിയും. എന്നിട്ട് അല്ലാഹു അവിടെ അടിവരയിടുക, ഇല്ലല്ലദീന ആമനൂ, വിശ്വാസികളൊഴികെ, വിശ്വാസികൾ അങ്ങനെ പരസ്പരം അവരുടെ ചങ്ങാതിമാർ, സുഹൃത്തുക്കൾ, ആത്മമിത്രങ്ങൾ ഒരിക്കലും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമം കാണിക്കുകയില്ല. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും
വഖലീലം മാഹും, അവർ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. എന്താ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത്രയധികം വിശ്വാസികളുടെ കാര്യം പറയാൻ കാരണം, വിശ്വാസികളുടെ കാര്യം പറയാൻ കാരണം ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികളാണ് സഹോദരങ്ങളായിട്ടുള്ളവർ. കാരണം എന്താ, വിശ്വാസികൾ സഹോദരങ്ങളായി കഴിഞ്ഞാൽ അവർ പരസ്പരം ഏതുപോലെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, വിശ്വാസികൾ ആത്മമിത്രങ്ങളായാൽ, ആത്മസുഹൃത്തുക്കളായാൽ, മസലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഉമിഹിം വതവാസുലിഹിം കമസലി ജസദിൻ വാഹിദ്, പരസ്പരം അവരുടെ സ്നേഹത്തിനുള്ള ഉപമ, അവരുടെ കരുണയ്ക്കുള്ള ഉപമ ഒരൊറ്റ ശരീരം പോലെയാണ്. ഇദാ ഇഷ്തക മിൻഹു ഉളുവൻ, അവരുടെ ശരീരത്തിൽ ഒരു അവയവത്തിന് എന്തെങ്കിലുമൊക്കെ ആവലാതി ഉണ്ടെങ്കിൽ തദാഅ ലഹു സായിറുൽ ജസദി, മറ്റു ശരീരങ്ങളൊക്കെ അതിനുവേണ്ടി ബിൽഹമ്മ, പനി ആയിക്കൊണ്ട് ഉറക്കമൊഴിക്കും. വസഹിരി, അല്ലേ, ശരീരത്തിൽ ഒരു അവയവത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ മറ്റു അവയവങ്ങൾ അതിന് ഉറക്കമൊഴിക്കും പോലെ വിശ്വാസികളായി കഴിഞ്ഞാൽ അങ്ങനെ ആ രൂപത്തിൽ അതിനു വേണ്ടി പരിഗണിക്കും. അല്ലെ, അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ടാ പറഞ്ഞത് നമ്മളോട്, ലാ തുസാഹിബ് ഇല്ലൽ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ടല്ലാതെ ആത്മമിത്രങ്ങളെ, ആത്മബന്ധുക്കളെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞത്. ആത്മബന്ധുക്കൾ, ആത്മമിത്രങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഈ തീർച്ചയായും അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ആത്മസുഹൃത്തായാൽ ലാ യളിമുഹു, അവൻ ഒരിക്കലും ആക്രമിക്കുകയില്ല. വലാ യുസ്ലിമുഹു, മറ്റുള്ള ആളുകൾക്ക് ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുകയില്ല. ഒരിക്കലും മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ, മുസ്ലിമിന്റെ ശത്രുക്കളെ ആളുകളിലെ പാളയങ്ങളിൽ പോയി മുസ്ലിം ഉമ്മത്തിന് നേരെ അവർ നാവ് ഉരുവിടുകയോ അവരുടെ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യാൻ യഥാർത്ഥ മുസ്ലിമിന് കഴിയുകയില്ല. ഒരു മുസ്ലിം തന്റെ സഹോദരൻ അവൻ അവശത അനുഭവിക്കുമ്പം, അവൻ പ്രയാസം അനുഭവിക്കുമ്പം അവനെ സഹായിച്ചു കൊണ്ടിരിക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അവനെ സഹായിക്കുമെന്ന്. വിശ്വാസികളാണെങ്കിൽ ഇദാ ദഅൽ മുസ്ലിം, ഒരു മുസ്ലിം ദുആ ചെയ്താൽ, ഇദാ ദഅൽ മുസ്ലിമു ലി അഖീഹി ബിളാഹിൽ ഐബ്, ആ സഹോദരൻ അവിടെ ഇല്ലാത്ത സമയത്ത് മറ്റൊരു സഹോദരന് വേണ്ടി, തന്റെ ഫ്രണ്ടിന് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ കാലൽ മലക്ക്, മലക്ക് പറയും ആമീൻ വലക ബിമിസ്ലി, നിനക്കും അത് രൂപത്തിൽ ഉണ്ടാകട്ടെ. അതാണ് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏതുപോലെ അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ, ഒരു കെട്ടിടം പോലെയാണ്. ഒരു കെട്ടിടത്തിലെ ഇഷ്ടികകൾ, അതിന്റെ കല്ലുകൾ അതിന് എത്രമാത്രം പരസ്പരം ബലം കൊടുക്കുന്നുവോ ഇത്രമാത്രം ശക്തി കൊടുക്കേണ്ടവരാണ് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ. യശുദ്ദു ബഅലുഹു ബഅല, ചിലർക്ക് ശക്തി കൊടുക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വശബ്ബക ബൈന അസ്ഹാബിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ബന്ധം ആത്മസുഹൃത്തുക്കൾ വിശ്വാസികളാകണം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പടച്ചവനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഫിർഔനിന്റെ അടുക്കലേക്ക് ദഅവത്ത് നടത്തണം, തൗഹീദ് പറയണം, അത് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? വജഅലി വസീറം മിൻ അഹ്ലി, അല്ലാഹുവേ എന്റെ കുടുംബത്തിൽ എനിക്കൊരു സഹായിയെ നൽകണം. ആരായിരിക്കണം? ഹാറൂൻ അഖി, എന്റെ ഫ്രണ്ട്, എന്റെ ചങ്ങാതി ഹാറൂനിനെയാണ് എനിക്ക് വേണ്ടത്. എന്റെ ദഅവത്തിന്റെ കാര്യം, ദീനിന്റെ കാര്യം അവൻ എനിക്ക് ശക്തി പകരും, അദ്ദേഹം എനിക്ക് ശക്തി നൽകും. എന്റെ കാര്യത്തിൽ ഇടപഴകും, എന്നോട് കൂടെ പ്രവർത്തിക്കും, കൂട്ടാളിയാകും. നിന്നെ ധാരാളം ഓർക്കാനാണല്ലോ, ധാരാളം നിന്നെ ദിക്ർ ചെയ്യാൻ, നിനക്ക് തസ്ബീഹ് ചെയ്യാൻ. അല്ലാഹുവേ നീ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള സുഹൃത്തുക്കളായിരിക്കണം. അല്ലാഹു നമ്മളെ കാണുന്നെന്നുള്ള ചിന്ത, അല്ലാഹുവിനെ ഓർക്കാൻ, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ, അത്തരത്തിലുള്ള സുഹൃബന്ധങ്ങളെ സ്വീകരിക്കണം വിശ്വാസികളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം നമ്മളെ പഠിപ്പിച്ചില്ലേ? പ്രവാചകന്റെ ഹിജ്റയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് സുഹൃത്തായി പരിഗണിച്ചത്, തെരഞ്ഞെടുത്തത്? ഇദ്ഹുമാ ഫിൽ ഗാരി, ഖുർആൻ പറയുക, അവർ രണ്ടുപേരും ഗുഹയിലായിരുന്നപ്പം ഇത് യഖൂലു ലിസാഹിബിഹി, തന്റെ ചങ്ങാതിയോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കണ്ട, അള്ളാഹു നമ്മളെ കൂടെയുണ്ട്. അവിടെ ചങ്ങാതി എന്ന് പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രത്യേകം എടുത്തു പറയാറുണ്ട്, എൻ്റെ ആത്മസുഹൃത്ത്, എൻ്റെ വിശ്വസ്തനായ സുഹൃത്ത്, അത് എൻ്റെ ഖലീല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആണ് എന്നുള്ളത്. വിശ്വാസികളെ, ഇവിടെയും നമുക്ക് നല്ല ഗുണപാഠമുണ്ട്. കാരണം എന്തെന്നറിയാമോ? ഒരാളുടെ സുഹൃത്ത് അവൻ നല്ലവനായി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നന്നാവാൻ അത് മതി. ഒരാളുടെ സുഹൃത്ത് ഏറ്റവും വൃത്തികെട്ടവനായാൽ അവൻ കേടുവരാനും അത് മതി. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്രയോ ആളുകളുടെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാരണം വിശ്വാസികളല്ലാത്ത ആളുകൾ, അതേ രൂപത്തിൽ തൗഹീദ് ഉൾക്കൊള്ളാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇസ്ലാമികമായി ബോധമില്ലാത്ത ആളുകൾ, നമസ്കാരം ശീലിക്കാത്ത ആളുകൾ, ഇസ്ലാമിന്റെ സംസ്കാരമില്ലാത്ത ആളുകൾ, അവർ നല്ല നല്ല ആളുകളുമായി, തൗഹീദുള്ള ആളുകളുമായി, ഇസ്ലാം പഠിച്ച ആളുകളുമായി, വിശ്വാസികളുമായി അവർ കൂട്ടുകൂടി ബന്ധമുണ്ടാക്കിയാൽ എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെട്ട് അവർ വിശ്വാസികളായി തൗഹീദുള്ളവരായി തീർന്ന കഥകൾ, നമസ്കാരമുള്ളവരായി തീർന്ന കഥകൾ, അവരുടെ കള്ളുകുടിയും ലഹരിയും എല്ലാം ഒഴിവാക്കി അവർ നേരെ ചൊവ്വ ജീവിച്ച ഉദാഹരണങ്ങൾ എത്രയോ നമ്മുടെ മുമ്പിലുള്ള വിശ്വാസികളെ. അതുകൊണ്ട് നല്ല ആളുകളുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്നമ മസലുൽ ജലീസു സ്വാലിഹ്, നല്ല കൂട്ടുകാരനും വജലീസു സൂഇ, ചീത്ത കൂട്ടുകാരനും കൽ ഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി, ഒരു അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ് നല്ല കൂട്ടുകാരന്റെ ഉപമ. ചീത്ത കൂട്ടുകാരന്റെ ഉപമ ഇരുമ്പിന്റെ പണി ചെയ്യുന്ന ഇരുമ്പ് പണിക്കാരനെ പോലെയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല അത്തർ വിൽക്കുന്ന ആ കൂട്ടുകാരനോട്, കസ്തൂരിക്കാരനോട് ഉപമിച്ചിട്ട് പറഞ്ഞു, നിനക്കവൻ സമ്മാനമായി അത്തർ തന്നേക്കാം, അല്ലെങ്കിൽ നീ അവരിൽ നിന്ന് അത്തർ വാങ്ങിയേക്കാം, അല്ലെങ്കിൽ അവനിൽ നിന്ന് വൈമ അൻ തജിദു മിൻഹു റീഹൻ ത്വയ്യിബ, നല്ല വാസന ഗന്ധമുണ്ടായേക്കാം. എങ്കിൽ നേരെ തിരിച്ചാണ് നിന്റെ ചീത്ത കൂട്ടുകെട്ടാണ് നാഫിഉൽ ഖീർ, ഇമ്മ അൻ യുഹ്രിക സിയാബക വ ഇമ്മ അൻ തജിദ റീഹൻ ഖബീസ. ആ ഇരുമ്പ് പണിക്കാരൻ ഇരുമ്പ് അവൻ തീയിലിട്ട് ചൂളയിലിട്ട് ചൂടാക്കുമ്പോൾ, അവൻ പണിയെടുക്കുമ്പോ അതിൽ നിന്ന് തീപ്പൊരികൾ, സ്പാർക്ക് നിന്റെ ശരീരത്തിലേക്ക് വന്നേക്കാം, നിന്റെ ഡ്രസ്സ് കരിഞ്ഞേക്കാം, ശരീരത്തിന് മുറിവേറ്റേക്കാം, അപ്രകാരം തന്നെ ദുർഗന്ധം വമിച്ചേക്കാം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണം, അവന്റെ സുഹൃത്ത് ഏറ്റവും നല്ല ആളായി തീരണം. വിശ്വാസികളെ, ഇത് നമ്മൾ മാതൃകയാകണം. നമ്മുടെ മക്കൾക്കും ഇത് പറഞ്ഞു കൊടുക്കണം. ഇന്ന് വലിയ സമൂഹം തന്നെ ഒന്നടങ്കം അവർ വൃത്തികേടുകളിലേക്കും മതനീരസങ്ങളിലേക്കും അതുപോലെ ലിബറസത്തിലേക്കും അതുപോലെ തന്നെ ദീനിനെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന അവസ്ഥയിലേക്കുമൊക്കെ എത്തിച്ചേരാനുള്ള കാരണം എന്താണെന്ന് പരിശോധിച്ചാൽ അവരുടെ സുഹൃബന്ധമാണ്. ആ സുഹൃബന്ധത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്പം തന്നെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ സാമ്പത്തികമായ പ്രതാപവും അവരുടെ ഉന്നതിയും അവരുടെ സമൃദ്ധിയും ഒക്കെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയ ഒരാശ വന്നപ്പോ അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, പ്രവാചകനോട് കൂടെ ഉണ്ടായിരുന്ന പട്ടിണി പാവങ്ങളായ, പ്രയാസം അനുഭവിക്കുന്ന, ആ അള്ളാഹു വിശ്വസിക്കുന്ന തൗഹീദുള്ള ആളുകൾ, ആ ആളുകളിലായിരിക്കണം പ്രവാചകരെ അങ്ങയുടെ മനസ്സങ്ങ് കെട്ടിയിടേണ്ടത്, ക്ഷമിച്ചു നിൽക്കേണ്ടത്. വിശ്വാസികളെ, നമ്മളോടാണ് സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്? വസ്ബിർ നഫ്സക്, നിന്റെ മനസ്സിനെ നീ പിടിച്ചു വെക്കണം. മഅല്ലദീന യദ്ഊന റബ്ബഹും, തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുന്ന ആളുകളുമായി, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകളോട് കൂടെ ആയിരിക്കണം നീ നിലകൊള്ളേണ്ടത്. ബിൽ ഗദാത്തി വൽ അശീ, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും. യുരീദൂന വജ്ഹഹു, അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ഉദ്ദേശിക്കുന്ന ആളുകൾ. എന്നിട്ട് അല്ലാഹു തആല പറയാ, വലാ തഅദു ഐനാക അൻഹും, നിന്റെ കണ്ണുകൾ അവരിൽ നിന്ന് മാറിപ്പോകരുത്. ഏത് ആളുകളിലേക്ക്? തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ, ഐഹികമായ ജീവിതത്തിന്റെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി തൗഹീദ് ഉൾക്കൊണ്ടില്ല, അള്ളാഹിനോട് ദുആ ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, നേർച്ച വഴിപാടുകൾ അള്ളാഹ്ക്ക് അർപ്പിക്കുന്നില്ല, അള്ളാഹിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുന്നില്ല, അതേ രൂപത്തിൽ അള്ളാഹിനോട് തവസ്സുലോ ഇസ്തിഗാസയോ അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുലേക്ക് നടത്തുന്നില്ല. അങ്ങനെയുള്ള ആളുകളിലേക്കല്ല, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകൾ. അതേ രൂപത്തിൽ ഭൗതികമായവരും മതത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഭൗതികമായ ലോകത്ത് അതിന്റെ സുഖ അനുഭൂതികളെ ആസ്വദിച്ച് അതിന്റെ പിന്നാലെ മാത്രം പോകുന്ന ആളുകളിലേക്ക്, അത്തരം ആളുകളിലേക്ക് പോകരുത്. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു,
അതേ രൂപത്തിൽ തന്നെ എന്റെ ദിക്റിന് അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയില്ലാത്ത ആളുകളെ അനുസരിച്ചു പോകരുത്. അവര് കൂട്ടത്തിലല്ല നീ ആവേണ്ടത്. അവൻ ആരാണ്? സ്വന്തം ഇച്ഛയെയാണ് അവൻ പിൻപറ്റുന്നത്. അവന് തോന്നിയവൻ ചെയ്യും. അവന്റെ കാര്യം പരിധി വിട്ടതാണ്. ആ വിഭാഗത്തിൽ നീ ഉൾപ്പെടരുത് എന്നതാണ് വിശ്വാസികളെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മക്കളോട് നമ്മൾ പറയുക, ഉപദേശിക്കുക. ഇല്ലെങ്കിൽ ഇതിന്റെ തിക്തമായ അപകടം, തിക്തമായ ഫലം അത് ഈ ലോകത്ത് തന്നെ അനുഭവിക്കുമെന്നുള്ളതാണ്. യഥാർത്ഥ കൂട്ടുകാരൻ, യഥാർത്ഥ സുഹൃത്ത്, ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് ആരാണെന്ന് അറിയാമോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാ. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, വലാ ഖൈറ ഫീ വുദ്ദിൻ ബിഇമ്മുതലവ്വിനിൻ ഇദരീഹു മാലത് മാല ഹൈസു തമീലു വലാ ഖൈറ ഫീ വുദ്ദിൻ. നീ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നതിൽ, അവനെ ഇഷ്ടപ്പെടുന്നതിൽ, അവനോട് പിരിശം വെക്കുന്നതിൽ യാതൊരു ഖൈറുമില്ല. മുതലവ്വിനിൻ, അവൻ നിറം മാറുന്നവനാണ്. ഇദരീഹു, കാറ്റടിച്ചു കഴിഞ്ഞാൽ, മാലത്ത് മാല ഹൈസു തമീലു, കാറ്റടിച്ചു കഴിഞ്ഞാൽ ചില സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലയും പോലെ അവൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയാ, നിന്റെ അടുക്കൽ അത്യാവശ്യം പൈസയുണ്ട്, നീ സാമ്പത്തികമായ സുസ്ഥിതിയുണ്ട്, നിനക്ക് പ്രയാസങ്ങളൊന്നുമില്ല. അപ്പോൾ അവൻ പറയും, നിനക്ക് പണം വേണോ, എത്രയാ വേണ്ടോ ചോദിച്ചോ, എന്താ നിന്നെ സഹായിക്കുന്നത് ഞാൻ ചെയ്യാ എന്ന് പറയും. മുത്തലവിനായ നിറം മാറുന്ന സുഹൃത്ത്, എങ്കിൽ നിനക്ക് പ്രയാസമുണ്ട്, നിനക്ക് ഓപ്പറേഷൻ വന്നു, കടബാധ്യത വന്നു, നിനക്ക് ഒരുപാട് ബിസിനസ്സിൽ തകർച്ച വന്നു, നീ വല്ലാത്ത കടബാധ്യതയിൽ അകപ്പെട്ടു പോയി പ്രയാസപ്പെടുന്ന ഘട്ടം, ആ സമയം നീ അവനോട് വല്ലതും നിന്റെ ഫ്രണ്ടിനോട് ചോദിച്ചാലോ അവൻ നിന്നെ അവഗണിക്കും, നിന്നെ മൈൻഡ് ചെയ്യൂല. പണവും കാശും എല്ലാം ഉണ്ടാകുമ്പോൾ അവർ നിന്റെ കൂടെ ഉണ്ടാകും, ഇല്ലെങ്കിൽ അവർ നിന്നെ പരിഗണിക്കൂല. ഇങ്ങനെ നിറം മാറുന്ന ആളുകളുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള ആളുകളുമായി ബുദ്ധി സ്നേഹം വെക്കരുത് എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ പറയുന്നത്, മോനെ നീ ശ്രദ്ധിക്കണം, ചീത്ത ചീത്ത കൂട്ടുകാരി ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കണം. അവർ സൈഫ് പോലെയാണ്. യുഹ്സിനു മൻളറഹു, കാണുമ്പം ആ വാളിനെ പോലെയാ, തിളക്ക നല്ലതുണ്ടാകും. അതുകൊണ്ട് മുറിവേറ്റ് കഴിഞ്ഞാൽ വല്ലാത്ത വേദനയാകും. അദ്ദേഹം വീണ്ടും ചേർത്ത് പറയാണ്, യാ ബുനയ്യ, മോനെ നീ മനസ്സിലാക്കണം, ചീത്തയാ ദുൽമ അക്രമം ചെയ്യുന്ന ആളുകളുമായി ദുൽമുണ്ടാക്കുന്ന അക്രമികളെ നീ കൂട്ടുകൂടരുത്. വലാ തുസാഹിബന്ന മുത്തഹിമൻ, ഈ അതുപോലെ തെറ്റുകളും വഷത്തരങ്ങളും മോശത്തരങ്ങളും തെറ്റിദ്ധാരണയും പരത്തുന്ന മോശത്തരങ്ങളുള്ള ആളുകളുടെ കൂടെ നീ കൂട്ടുകൂടരുത്, നീ അതിൽ അകപ്പെട്ടു പോകും. വിശ്വാസികളെ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ അതിന് തിക്തമായ അപകടം ഇഹലോകത്ത് അനുഭവിക്കും, നാളെ പരലോകത്തും അനുഭവിക്കും. എത്രയോ ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, അല്ലെ? നമ്മളൊക്കെ മക്കളെ അവരൊക്കെ ഉപരിപഠനത്തിന് ഓരോ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ട്, അല്ലെങ്കിൽ വിദേശത്ത് പല ജോലികൾക്കും പോയിട്ട് അവരൊക്കെ നല്ല മക്കളായി ഇവിടെ നിന്ന് പോയ ആളുകൾ അവിടെ മദ്യത്തിനും ലഹരിക്കും മയക്കുമരുന്നുകളും അഡിക്റ്റ് ആയിക്കൊണ്ട് ആ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുകൊണ്ട് മക്കളെപ്പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ തലകുനിച്ച് നിർത്തേണ്ട അവസ്ഥയിലേക്ക്, അല്ലെ? നോക്കൂ നിങ്ങൾ, എത്ര തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും എല്ലാ തമ്മാടിത്തങ്ങളുടെയും ഒക്കെ ആ ഫോട്ടോകൾ വരുമ്പം, അത് പത്രമാധ്യമങ്ങൾ നമ്മൾ കാണുമ്പം, ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുമ്പം എത്രയാണ് മുസ്ലിം നാമധാരികൾ ചീത്ത കുട്ടുകെട്ടിൽ അകപ്പെട്ടുകൊണ്ട്, അല്ലെ? ഇന്ന് വളരെ വൃത്തികെട്ട രൂപത്തിലേക്ക്, വളരെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന രൂപത്തിലേക്ക്, തരം താന്ന രൂപത്തിലേക്ക് വരെ വൃത്തികെട്ട അവസ്ഥയിലേക്ക് പോകുകയാണ്. ഇതൊന്നടങ്കം വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ തിക്തഫലം നാളെ പരലോകത്ത് നമ്മൾ അനുഭവിക്കും. അക്രമി തന്റെ കൈ കടിക്കും, വിരല് കടിക്കുന്നല്ല പറഞ്ഞത്, അത്രയും ഖേദം. അവൻ അവന്റെ കൈ കടിച്ചുകൊണ്ട് പറയും, അല്ലാഹുവേ റബ്ബേ, ഞാൻ എന്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ, എന്റെ റസൂല് പറഞ്ഞ രൂപത്തിലുള്ള സുഹൃബന്ധം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ, അല്ലാഹുവേ യാ വൈലതാ, എന്റെ നാശം, ലൈതനി, ഞാൻ ആയിരുന്നെങ്കിൽ, ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ആളെ ഞാൻ ചങ്ങാതിയാക്കിയില്ലെങ്കിൽ, ഇന്ന ആളെ ഞാൻ അവനെ ചങ്കാക്കിയില്ലെങ്കിൽ, അവനെ സുഹൃത്താക്കിയില്ലെങ്കിൽ,
പടച്ചോനെ ഞാൻ എത്ര രക്ഷപ്പെട്ടിരുന്നേനെ, ലഖദ് അവല്ലനി അനി ദിക്രി ബഅദ ഇദ ജാഅനി, എനിക്ക് സത്യം വന്നതിന് ശേഷം അവൻ എന്നെ വഴിതെറ്റിച്ചു. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, എപ്പോഴും പിശാച് മനുഷ്യനെ കൈവിടും. അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ലോകത്ത് തന്നെ അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ പരലോകത്തുള്ള ദുരന്ത ഫലങ്ങൾ എത്രയായിരിക്കും വിശ്വാസികളെ നമ്മൾ ചിന്തിക്കുക. നാളെ പരലോകത്ത് നരക ലോകത്ത് എത്തിയിട്ട് ഇവിടെയുള്ള സുഹൃബന്ധം, അവന്റെ പണവും അവന്റെ പ്രതാപവും അവന്റെ സ്റ്റാറ്റസും അവന്റെ ജനസ്വാധീനവും ധനസ്വാധീനവും കണ്ട് അവന്റെ പിന്നാലെ പോയി. അത് ഏത് സുഹൃത്തിനെ, ഇപ്പോ നമ്മൾ പറയും പോലെ ഒരു ഭാര്യയും ഭർത്താവും അത് ആത്മസുഹൃത്തുക്കളാണ്. ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അവിടെയും ദീന് പരിഗണിക്കണം. അല്ലേ? എത്രയോ അത് പരിഗണിക്കാതെ പണത്തിനെയും മറ്റു ഭൗതികമായ അവരുടെ കാറ്റഗറികളെയും പല ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് തറവാടും മഹിമയൊക്കെ വെച്ച് അവസാനം ദീനിന്റെ ആ അച്ചുതണ്ടിൽ ജീവിക്കാത്ത ആളുകളെ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് ആ ബന്ധങ്ങൾ ശിഥിലമാകുന്ന തകർന്നടിയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അല്ലേ? ഇതേ രൂപത്തിൽ തന്നെ നമ്മുടെ നല്ല സ്വാലികളായ മക്കള് അവർ ചീത്തയായ കൂട്ടുകെട്ടിൽ അകപ്പെട്ടുകൊണ്ട് ഇന്ന് ഏറ്റവും അധികം വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ട സാമൂഹിക മാധ്യമങ്ങളാണ്, സോഷ്യൽ മീഡിയകളാണ്. നമ്മളെ വീട്ടിൽ നിന്ന് അവർ പുറത്തു പോകണമെന്നില്ല, വേറെ ആളുകളും അവരുടെ കൂടെ ഇരിക്കണമെന്നില്ല. ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് നിന്ന് സോഷ്യൽ മീഡിയകളിലൂടെ അവർ ചാറ്റ് ചെയ്ത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ അവർ ചാറ്റിംഗ് നടത്തുന്നത്, അവർ കോണ്ടാക്ട് ചെയ്യുന്ന അവരുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് തിരിച്ചറിയണം. ആ സൗഹൃദങ്ങളിൽ വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്, അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലേ? മാതാവിനെയും പിതാവിനെയും ഒക്കെ ഇട്ടെറിഞ്ഞ് വിട്ടോടുന്ന രംഗത്തിലേക്ക്, നെഞ്ചു പൊട്ടുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പല വാർത്തകൾ അറിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് നോക്കുക, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറയാ, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചില്ല, ചീത്ത കൂട്ടിൽ അകപ്പെട്ടു പോയി. അങ്ങനെ ആ കൂട്ടിൽ അകപ്പെട്ടു പോയ ഒരാൾ നരകത്തിൽ പെടുന്നതും ആ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് അതിന്റെ അപകടത്തെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ അവൻ സ്വർഗലോകത്ത് അകപ്പെടുമ്പോൾ അവൻ ഒരു സംവദിക്കുന്ന ഒരു രംഗമുണ്ട്. എന്താണ് ആ രംഗം? പരിശുദ്ധ ഖുർആൻ പറയാ, എനിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ ഒരാൾ പറയാ, എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അവൻ എന്നോട് ചോദിക്കും, നീ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളാ? മരണാനന്തര ജീവിതമുണ്ടോ ഉറച്ചു വിശ്വസിക്കുന്ന ആളാ? അള്ളാഹു വിശ്വസിക്കുന്ന ആളാണോ എന്നൊക്കെ അവൻ എന്നോട് ചോദിച്ച് പലപ്പോഴും എന്നെ പ്രയാസപ്പെടുത്താറുണ്ടായിരുന്നു. നമ്മൾ മരിച്ച് നമ്മളെ മണ്ണായി നമ്മളെ എല്ലുകളായി ദുരമ്പിച്ചു പോയി, നമ്മുടെ കർമ്മഫലങ്ങള് വീണ്ടും പരലോകത്ത് നമുക്ക് അതിന്റെ അനന്തരമായി ലഭിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്ന വിഭാഗത്തിലായിരുന്നോ എന്ന് എന്റെ ചങ്ങാതി എന്നോട് ചോദിക്കാറുണ്ട്. അവൻ എന്നെ കളിയാക്കാറുണ്ട്, അവൻ എന്നെ പരിഹസിക്കാറുണ്ട്. എന്നിട്ട് ഈ മനുഷ്യൻ പറയാ, ഖാല ഹൽ അൻതും മുത്തലിഊൻ, ആ ചങ്ങാതിയെ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നരകലോകത്തേക്ക് ഒന്ന് എത്തി നോക്കൂ. എത്തി നോക്കിയപ്പോഴാ നരകത്തിന്റെ മധ്യത്തിൽ അവൻ കത്തിക്കരിയുകയാണ്. തീജ്വാലകളിൽ തീനാളങ്ങളിൽ പെട്ടുകൊണ്ട് അവൻ കരിയുകയാ, അട്ടഹസിക്കുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. എന്നിട്ട് ആ സുഹൃത്തിനെ നോക്കി ആ സുഹൃത്ത് എന്നെ വഴിതെറ്റിക്കാൻ പല ശ്രമങ്ങൾ നടത്തി, എന്റെ വിശ്വാസത്തിൽ എന്നെ വ്യതിചലിപ്പിക്കാൻ, എന്റെ ഈമാനിൽ നിന്ന് എന്നെ അകറ്റി കളയാൻ, പരലോക വിശ്വാസത്തിൽ അകറ്റാൻ, ദീനിന്റെ വിശ്വാസത്തിൽ അകറ്റാൻ പല ശ്രമങ്ങളും നടത്തി. എന്നിട്ട് ആ സുഹൃത്ത് നോക്കൂ നിങ്ങൾ, ആ സുഹൃത്തിന്റെ ദാരുണമായ അന്ത്യം. ഈ സഹോദരൻ സ്വർഗലോകത്ത് നിന്ന് പറയാ, നരകലോകത്തുള്ള സഹോദരനെ ചൂണ്ടിയിട്ട് എന്താ പറയുന്നത്? നോക്കുമ്പം അതാ അവൻ നരകത്തിൽ കരിയുകയാ. ഖാല തല്ലാഹി ഇൻ കിത്ത ലതുർദീൻ, തീർച്ചയായും അല്ലാഹുവാണേ സത്യം, ഞാൻ നിന്റെ കൂടെയായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നാശത്തിൽ അകപ്പെട്ടത് തന്നെ. വലൗലാ നിഅമതു റബ്ബി ലകുന്തു മിനൽ മുഹ്ലരീൻ, ഞാൻ നീ പറയുന്നത് കേട്ട്, നീ എന്റെ പരലോക വിശ്വാസം, അല്ലാഹുവിന്റെ വിശ്വാസം, ഈമാനും തത്വയൊക്കെ എന്നിൽ നിന്ന് നീ പരിഹസിച്ച് കളിയാക്കി എന്റെ കൂട്ടുകാരാ, അതൊക്കെ ഞാൻ അതിൽ നിന്ന് വിട്ടുമാറാതെ ഈമാനിൽ പിടിച്ചുറച്ചു നിന്നു, പതറിയില്ല. ഞാൻ അവിടെ ഞാൻ ഉറച്ചു നിന്നത് കൊണ്ട് ഇന്ന് ഞാൻ സ്വർഗത്തിലാ. നീ നരകലോകത്ത് കത്തിക്കരിയുന്നത് കാണുമ്പോ എനിക്ക് തോന്നുകയാണ്, നീ എന്നെ അന്ന് നിന്റെ സുഹൃബന്ധം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ഞാനും ആ നരകത്തിൽ കത്തിക്കരിയേണ്ട രംഗം വരുമായിരുന്നു എന്ന് വിശ്വാസികളെ ഇത് വരാതിരിക്കാൻ വേണ്ടി
നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക. വിശ്വാസികൾ പ്രത്യേക ആത്മസുഹൃത്തുക്കളെ സ്വീകരിക്കുമ്പോൾ അത് വിശ്വാസികളായ ഈമാനുള്ള ആളുകളുമായി, നല്ലവരായ ആളുകളുമായി ആത്മസുഹൃബന്ധം പുലർത്തുക. അതിലാണ് ഇഹത്തിലും പരത്തിലും രക്ഷ. അള്ളാഹു ആ വിഭാഗം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹന്നാസ് ഊസീകും വസ്സാനി ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പകർത്തിയും പാലിച്ചും പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുക. വിശ്വാസികളെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈമാനും വിശ്വാസവും പരലോകവും ഇഹലോകവും നന്നാവാൻ നല്ല സുഹൃബന്ധമാണ് നമുക്കുണ്ടാവേണ്ടതെന്നുള്ള വിഷയമാണ്. എന്നിരുന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കരുത്, ഇത് വിശ്വാസികളുമായി കൊണ്ട് മാത്രമേ ബന്ധങ്ങളും അല്ലെങ്കിൽ സൗഹൃദങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാതോ മറ്റുള്ള ആളുകളുമായി, വിശ്വാസമില്ലാത്ത ആളുകളുമായി ഒരു നിലക്കും കണക്ഷൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നില്ല. സൂറത്ത് മുംതഹിനയിലെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത് ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, വിലക്കുന്നില്ല, അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി, അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി, മതത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത ആളുകളുമായി, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങൾ വിശ്വാസികളായതിന്റെ പേരിൽ നിങ്ങളെ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാത്ത ആളുകളും, നിങ്ങൾ പുറത്താക്കാൻ ശ്രമിക്കാത്ത ആളുകളും, അതുപോലെ നിങ്ങളോട് ദീനിന്റെ വിഷയത്തിൽ യുദ്ധം ചെയ്യാൻ വരാത്ത ആളുകളും, അവരോട് കൻതബറൂഹും, നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്യുന്നതിൽ, അവരോട് പുണ്യത്തിൽ വർത്തിക്കുന്നതിൽ, ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നിങ്ങൾ നീതിയോടുകൂടി അവരോട് വർത്തിക്കണം, അവരോട് നീതി കാണിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി പാലിക്കുന്ന ആളുകളെ അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. വിശ്വാസികളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, മറ്റു ആളുകളോടുമായി നമ്മളോട് മതവിദ്വേഷമോ മതവിരോധമോ ഇല്ലാത്ത ആളുകൾ, നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടവരാണ്, പുറത്താക്കേണ്ടവരാണ് ശ്രമിക്കാത്ത ആളുകൾ, അല്ലെ, മതേതരത്വ ചിന്തയുള്ള ആളുകൾ, അവർക്ക് പുണ്യങ്ങളും അവരുമായി അവരിടപഴകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കി ഇസ്ലാമിന്റെ സന്ദേശം എല്ലായിടത്തും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ, ആത്മരക്ഷ ഉണ്ടാകട്ടെ എന്ന് ശാന്തി സമാധാനം പറയുന്ന എല്ലാ രക്തച്ചൊരിച്ചിലുകളും കൊലപാതകങ്ങളെയും എല്ലാ അസമാധാനങ്ങളെയും ഒക്കെ ജാഹിലിയത്തിന്റെ എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്ത് സമാധാനം സിദ്ധിച്ച് എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനവും നൽകിയ ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ള ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ച് ഇസ്ലാമിന്റെ ജീവിത മാതൃക പിൻപറ്റി നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ള ആളുകൾ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി, ഇസ്ലാമിന്റെ മഹിമ മനസ്സിലാക്കി അത്തരത്തിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരിച്ച് നാളെ അംബിയാഇന്റെ ഔലിയാഇന്റെ സിദ്ദീഖീങ്ങൾ ശ്രോതാക്കളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരുന്ന ആളുകളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.